ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ഫോർട്ട് കൊച്ചി സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു. ഫോർട്ട് കൊച്ചി സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമരാവതിയിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു. ഗാന്ധി ദർശൻ വേദി സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് സാജൻ മണ്ണാലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് സോളി ജോസഫ് മാങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റും മുൻ മണ്ഡലം പ്രസിഡന്റുമായ PD വിൻസെന്റ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി റോമിയോ മെൻഡസ് സ്വാഗതം ആശംസിച്ചു. KPST മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ല സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അനില തെരേസ ടീച്ചറിന് ഫലകവും ഷാളും നൽകി മുഖ്യാതിഥിയും ഉദ്ഘാടകനുമായ അഡ്വക്കേറ്റ് സാജൻ മണ്ണാലി അനുമോദിച്ചു. എല്ലാവർക്കും ആദ്യമായി മഹാത്മാഗാന്ധി ജയന്തി ദിനത്തിന്റെ എല്ലാ നല്ല ആശംസകളും ഞാൻ നേരുകയാണ്. അതിലപ്പുറം ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് പലപ്പോഴും നമ്മളത് സ്മരിക്കാറില്ല. കാരണം ഇന്ന് ഇൻ്റർനാഷണൽ നോൺ വയലൻസ് ഡേ ആണ്. അതായത് അന്താരാഷ്ട്ര ലോക അഹിംസാ ദിനമാണ്. ഈ ലോക അഹിംസാ ദിനം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചതല്ല, അല്ലെങ്കിൽ മഹാത്മജിയുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും സംഘടനകൾ ഇവിടെ അത് കൊണ്ടുവന്നതല്ല. മറിച്ച് ഐക്യരാഷ്ട്രസഭയാണ് ഈ തുടർന്ന് എല്ലാ പ്രവർത്തകരും ഗാന്ധി സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി. യോഗത്തിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ സജീവൻ, ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് എക്സിക്യൂട്ടീവുമാരായ TA ജോൺ, മനോജ് ജോൺ, ഗാന്ധി ദർശൻ വേദി ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് സേവിയർ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ CG അലോഷ്യസ്, TS ജെറോം, അനിൽകുമാർ NS, സജികുമാർ, ട്രീസ വർഗീസ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ റോബിൻ തോമസ്, പീറ്റർ റോഡ്രിക്സ്, ടൈറ്റസ് ജോസഫ്, ഫ്രാൻസിസ് സേവിയർ, അനിൽകുമാർ PP, സേവിയർ ജോളി, AC ആന്റണി, ഫെലിക്സ് റിബെല്ലോ, ആരിഫ് യൂസഫ് ഖാൻ, ഹെലൻ ജെയിംസ്, മണ്ഡലം എക്സിക്യൂട്ടീവുമാരായ സഞ്ജയ് എബ്രഹാം, ജോബി അഗസ്റ്റിൻ, പീറ്റർ അന്തോ, ജോൺസൺ ജോസഫ്, ആന്റണി ബാബു, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മെറ്റിൽഡെ തോമസ്, കോൺഗ്രസ് പ്രവർത്തകരായ എഡ്വിൻ, ജയപ്രകാശ്, മിനി ജോസഫ്, മോളി ഫ്രാൻസിസ്, ജാസ്മിൻ, നീന ജാസ്മിൻ, മേരി രാജി, PC ആന്റണി, മാക്സി ജോൺ കൂടാതെ മറ്റനേക കോൺഗ്രസ് പ്രവർത്തകർ സംബന്ധിച്ചു. ഇന്ത്യക്ക് വേണ്ടി ആരെങ്കിലും സ്വന്തം ഹൃദയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മഹാത്മജിയാണെന്ന് നമുക്ക് സംശയലേശമെന്നേ പറയാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇന്ന് നമ്മൾ കാണുന്ന മഹാത്മജി ജനിച്ചത്, പലപ്പോഴും നമ്മൾ മഹാത്മജി ജനിച്ചത് പോർബന്തറിലാണെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ജനനം പോർബന്തറിലാണ്, ശരി തന്നെ. പക്ഷേ ഇന്ന് നാം കാണുന്ന മഹാത്മാഗാന്ധി എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം ജനിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിലെ ആ ഒരു പോരാളി ജനിച്ചത്, അത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. മിഡിൽസ്ബറോ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ അപമാനിതനായ അനില തെരേസ മറുപടി പ്രസംഗം നടത്തി. അതിനുശേഷം യോഗത്തിൽ വന്ന എല്ലാവർക്കും മണ്ഡലം ട്രഷറർ അലോഷ്യസ് ചാക്കോ നന്ദി അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.